മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇടിത്തി പോലെയാണ് ആ വാർത്ത പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വീണ വിജയന് 10 വർഷം കഠിന തടവ് ഗൗരവമുള്ള കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രതി ചേർത്തിരിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതുവരെ വലിയ ഉല്ലാസഭരിതമായിരുന്നു CPMന്റെ പാർട്ടി കോൺഗ്രസ് വേദി. എന്നാൽ വീണ വിജയന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി സമ്മേളന വേദി അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് വേദി ആകെ മൂകമായി. ഏത് നിമിഷവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ കരങ്ങൾ നീളാമെന്നും ഏത് നിമിഷവും വീണ വിജയനെ നോട്ടീസ് നൽകി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ അല്ലെങ്കിൽ ED അടക്കമുള്ള ഏജൻസികളോ പൊക്കുമെന്നുമുള്ള സൂചനകൾ പുറത്തു വന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ CPMനെ ഞെട്ടിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഇത്തരമൊരു പ്രഹരം ഈ പാർട്ടി കോൺഗ്രസിനിടയിൽ കേന്ദ്ര സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോ CPMന്റെ നേതാക്കളോ കരുതിയിരുന്നതല്ല. കാരണം പാർട്ടി കോൺഗ്രസ് എന്നത് പറയുന്നത് എന്തോ ഒരു വലിയ മഹാസംഭവമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്തകളും വലിയ ലൈവുകളും ഒക്കെ നടത്തുകയാണ്. ഇത് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് പോലെയോ അല്ലെങ്കിൽ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് പോലെയോ ഒക്കെ വലിയ സംഭവമാണ്, ലോകം മുഴുവൻ അറിയേണ്ട പിടിച്ചു കുലിക്കേണ്ട സംഭവമാണെന്നൊക്കെയായിരുന്നു മലയാളത്തിൽ ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും വലിയ വായിൽ വീമ്പ് പറഞ്ഞത്. കേരളത്തിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടി, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പടവലങ്ങ പോലെ വളർച്ച താഴേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരു ദേശീയ സമ്മേളനം, ആ സമ്മേളനത്തിന് കൊടുക്കേണ്ട ഗൗരവത്തിനപ്പുറം ഒരു PR വർക്കിലൂടെ അത്യാഡംബര സംഭവമാക്കി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള വലിയൊരു ഇവൻ്റാക്കി ഈ പാർട്ടി കോൺഗ്രസിനെ മാറ്റുകയായിരുന്നു CPM എന്ന പാർട്ടിയും കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ. പക്ഷേ പൊടുന്നനെയാണ് വാർത്ത മൊത്തം മാറി മറിഞ്ഞത്. CPM പാർട്ടി കോൺഗ്രസിന്റെ ഓരോ മുക്കലും മൂളലും വരെ വലിയ ബിഗ് ബ്രേക്കിംഗ് ആക്കി മാറ്റാൻ കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ നീക്കം വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ ചർച്ച മറ്റൊന്നിലേക്ക് മാറി. വീണ വിജയന്റെ അറസ്റ്റ് എന്നുണ്ടാകും, വീണ വിജയനെതിരെ എന്നാണ്, വീണ വിജയനെ ഇനിയും എന്ന് ചോദ്യം ചെയ്യും, വീണ വിജയനെതിരെയുള്ള കോടതി നടപടികൾ അടുത്ത് എന്താണ്, വീണ വിജയന് നോട്ടീസ് എന്ന് നൽകും, വിളിപ്പിക്കുമോ, വിളിപ്പിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ഉണ്ടാകുമോ, ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. അങ്ങനെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒക്കെ തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അറസ്റ്റിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വീണ വിജയനെതിരെയുള്ള കുരുക്ക് മുറുകുമെന്ന് കണ്ട സാഹചര്യത്തിൽ വീണ വിജയനെ ഊരിയെടുക്കാൻ, രക്ഷിച്ചെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കളികൾ നടത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ സന്തത സഹചാരികളെ ഒന്നും കൂട്ടാതെ, സഖാക്കന്മാരെ ഒന്നും കൂട്ടാതെ ഡൽഹിയിലെത്തി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തിയതെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. അത്തരമൊരു ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ അതിനെ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം നിർമ്മല സീതാരാമനെ സ്വാധീനിക്കാനായിരിക്കാം അന്ന് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് എത്തിയത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതി ഒഴിവാക്കിക്കൊണ്ട് കേരള ഹൗസിൽ ചർച്ച നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഒപ്പം സ്ഥിരമായി ഡൽഹിയിൽ പോകാറുള്ള ജോൺ ബ്രിട്ടാസിനെ അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഗവർണർ, അതുപോലെ KV തോമസ്, കോൺഗ്രസ്സുകാരനായി അടുത്തിടെ CPMലേക്ക് എത്തിയ KV തോമസ്, സാധാരണ ഇത്തരം മധ്യസ്ഥ ചർച്ചകളിൽ അഗ്രഗണ്യനായിട്ടുള്ള KV തോമസ്, ആ KV തോമസിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർമ്മല സീതാരാമനുമായുള്ള ചർച്ച. അതൊരിക്കലും കേരളത്തിലെ ധനപ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരിക്കില്ല. ധനപ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ കേരളത്തിലെ ധനമന്ത്രിയെ കൊണ്ടുപോകണമായിരുന്നു. കേരളത്തിലെ ധനമന്ത്രിയായ KN ബാലഗോപാലിനെ പോലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ, വലിയ ആക്ഷേപങ്ങൾ BJP നേതൃത്വത്തിന് ലഭിച്ചു. നിർമ്മല സീതാരാമന്റെ ഈ കൂടിക്കാഴ്ചയിൽ വേണമെങ്കിൽ കേന്ദ്രമന്ത്രിമാരായ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അവരിക്കാര്യം അറിയിച്ചു പോലില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഉയർന്നു വന്നു.
ഇത് BJPയുടെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർമ്മലാ സീതാരാമനോട് പാർട്ടി ദേശീയ നേതൃത്വം കൃത്യമായി ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതുമാത്രവുമല്ല, BJPയുടെ ദേശീയ നേതൃത്വം നിർമ്മലാ സീതാരാമന് നേരെ കണ്ണുരുട്ടി തിടുക്കത്തിൽ വേഗത്തിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം വന്നു. ചിലപ്പോൾ ഈ കൂടിക്കാഴ്ച സ്വാഭാവികമായ കൂടിക്കാഴ്ചയായിരിക്കാം, ദുരൂഹത ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഇത്തരമൊരു ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ധനകാര്യമന്ത്രിയിൽ നിക്ഷിപ്തമായി വന്നു ചേർന്നു. പാർട്ടിയുടെ നിർദ്ദേശവും അത്തരത്തിൽ തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനം ഉടനടി പുറത്തിറക്കിയത്. 14 മാസക്കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം കമ്പനികാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നു. വീണ വിജയനെതിരെയുള്ള നടപടി ഉണ്ടായിരിക്കുന്നു. ഇതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസ് 14 മാസം നീണ്ടത്? അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും ഒക്കെ ആക്ഷേപമുയർന്ന എത്രയോ തട്ടിപ്പ് കേസുകൾ, എത്രയോ അഴിമതി കേസുകൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അങ്ങനെ നിരവധി അഴിമതി കഥകൾ, അഴിമതി ആരോപണങ്ങൾ, തട്ടിപ്പു കഥകൾ. ഇതിലൊന്നും തന്നെ ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. എത്രയോ മാസമായി, എത്രയോ വർഷമായി ലാവ്ലിൻ കേസ് ഡൽഹിയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 38ഓ 39ഓ തവണ മാറ്റിവെച്ചു. കോടതി കേൾക്കാമെന്ന് പറയുമ്പോഴും വാദം നടത്താമെന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, വക്കീലന്മാർ ആ സമയത്ത് കോടതിയിൽ ഹാജരാകില്ല. രാവിലെ കേസെടുത്ത് വാദം കേട്ട് ഉച്ചയ്ക്ക് വിധി പറയേണ്ട കേസ് മാത്രമാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി, ആ ഹൈക്കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് CBI ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അത് റദ്ദ് ചെയ്യണമോ വേണ്ടയോ, ഇത്രയും മാത്രമാണ് അതിൽ പറയേണ്ട മറുപടി. എന്നിട്ടും 39ഓളം തവണ വർഷങ്ങൾ നീണ്ടു പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലായിട്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. BJPയും കേരളത്തിലെ CPMും തമ്മിൽ അന്തർധാര സജീവമാണെന്ന ആക്ഷേപം നിരവധിയുണ്ട്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ BJPയെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള സംശയം BJP അണികൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതും തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇപ്പോൾ ഇതാ കേരളത്തിൻ്റെ BJPയുടെ അമരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നു. അടിമുടി മാറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ BJPയുടെ ശത്രുക്കൾ മാറിയിരിക്കുന്നു. കേരളത്തിലെ BJPയുടെ പ്രധാന ശത്രു കോൺഗ്രസ് അല്ല, CPM ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസിൽ തിടുക്കപ്പെട്ട നടപടി വേണമെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം കേന്ദ്ര സർക്കാരിനെ, അതുപോലെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത്. അതിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. വീണ വിജയൻ അഴിക്കുള്ളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.